لبيك اللهم لبيك لبيك لا شريك لك لبيك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം പറഞ്ഞു വച്ചത് മക്കയിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിശുദ്ധമായ മദീനയിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട മര്യാദകളെ സംബന്ധിച്ചുകൊണ്ടും നാം ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നതിനെ സംബന്ധിച്ചും വിശുദ്ധമായ മദീനയുടെ ബൗണ്ടറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നാം കടന്നു ചെല്ലുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ വാഹനം നാം താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ആ സ്ഥലത്തെത്തി നാം അവിടെ കയറി കുളിച്ചു വൃത്തിയായി പുതിയൊരു ജോഡി നാം ഇടുകയും അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിലേക്ക് ചെന്ന് ആ മുറ്റത്ത് ചെന്ന് ഈ സമയത്ത് രണ്ട് നിയ്യത്തുകൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് മസ്ജിദുൻ നബവി സന്ദർശിക്കുന്നു എന്നും അതോടൊപ്പം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുന്നു എന്നും കരുതണമെന്നും അങ്ങനെ കരുതി ആ പുണ്യമായ ആ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് എത്തി സ്ത്രീകൾക്കുള്ള വഴിയൊന്ന് വേറെ പുരുഷന്മാർക്കുള്ള വഴിയൊന്ന് വേറെ അങ്ങോട്ട് പള്ളിയിലേക്ക് കടക്കണം. ഇതുവരെയായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത് അല്ലേ? ശരി, ഇനി നമുക്ക് തുടരാം. പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സാധാരണ നിലയിൽ പള്ളികളിലേക്ക് കടക്കുമ്പോൾ വലതുകാലം മുന്തിച്ചുകൊണ്ട് കടന്ന് ചൊല്ലേണ്ട ദിക്റുകളും ദുആകളെല്ലാം ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന ആ ദുആയും ചൊല്ലി അകത്ത് കടന്നാൽ നാം ആദ്യമായി ചെയ്യേണ്ടത് എവിടെ? മസ്ജിദുൻ നബവിയിൽ കടന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരമാണ്. എന്താണ്? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരമാണ്. ഈ തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നത് എപ്പോഴാണ്? അവിടെ ജമാഅത്ത് നടക്കുന്നില്ല എങ്കിലാണ്. ജമാഅത്ത് അവിടെ നടക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? ജമാഅത്തിൽ പങ്കാളികളാകണം. അങ്ങനെ ഒന്നുകിൽ ജമാഅത്തിൽ പങ്കാളികളായി അല്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് നാം ഓരോരുത്തരും ദുആ ചെയ്യണം. അവിടെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി നാം ഓരോരുത്തരും ദുആ ചെയ്യണം. എന്ത് ദുആ? പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, പറയേണ്ടതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. ലോകത്തുള്ള ഏറ്റവും പവിത്രമായ പള്ളികളിൽ നിന്നുള്ള 2ാമത്തെ പള്ളിയാണ് ഏത്? മസ്ജിദുൻ നബവി എന്നത്. 1ാമത്തെ മസ്ജിദുൽ ഹറാം, 2ാമത്തേത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കിട്ടുന്നത് മസ്ജിദുൻ നബവി, 3ാമത്തേത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ പള്ളിയാണ്. അപ്പോൾ 2ാമത്തെ പള്ളിയിൽ അൽഹംദുലില്ലാ നമുക്ക് എത്താൻ പറ്റി. ആദ്യത്തെ പള്ളിയിൽ പോയി 2ാമത്തെ സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റി. അവിടെ കടന്ന് പ്രത്യേകമായി നാം ചൊല്ലാറുള്ള പറയേണ്ടതൊക്കെ പറഞ്ഞു ദുആ ചെയ്യുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിനാവശ്യവുമില്ല. അങ്ങനെ നാം ദുആ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് ഇനി അല്പം കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പുരുഷന്മാരോടാണ്. സ്ത്രീകൾ തൽക്കാലം ദുആ അവിടെ നിന്ന് തഹിയ്യത്ത് നിസ്കാരവും അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരവും കഴിഞ്ഞാൽ അവിടെ ഇരുന്നോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ പുരുഷന്മാർ സഹോദരന്മാരോട് ഹാജിമാരോട് പറയുന്നു, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് അവിടെ നിന്നും എഴുന്നേൽക്കുക. ദുആക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുക. എന്നിട്ട് നേരെ മുമ്പിലേക്ക് പോവുക. നാം കിബിലയുടെ ഭാഗത്തേക്ക്, അതായത് നാം അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാണോ നിസ്കരിച്ചത് ആ സ്ഥലം കഴിഞ്ഞ് നേരെ വീണ്ടും മുന്നോട്ട് പോവുക. കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ വലതുഭാഗത്തേക്ക് നടന്ന് പോയി മുറ്റത്തേക്ക് ഇറങ്ങുക. അതെ, നടന്ന് പോയിട്ട് എന്ത് ചെയ്യണം? മുറ്റത്തേക്ക് ഇറങ്ങുക. മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാബുസലാം എന്ന് പറയുന്ന ഒരു ഗേറ്റ്, ഒരു ഡോറ് നിങ്ങൾക്ക് കാണാം. എന്താ പേര്? ബാബുസലാം എന്ന് പറയുന്ന ഒരു ഡോറ് നിങ്ങൾക്ക് കാണാം. അവിടെ കുറേ ജനങ്ങൾ ക്യൂ ആയി നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം. ആ ക്യൂവിനകത്ത് നിങ്ങൾ പങ്കാളികളാവുക, ഒരു കണ്ണിയായി മാറുക. അങ്ങനെ എന്ത് ചെയ്തു? അവരുടെ പിറകിൽ പോകുമ്പോൾ നാം പോകുന്നത് എങ്ങോട്ടാണ്? പുന്നാര ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മുമ്പിലേക്ക് സലാം പറയാൻ വേണ്ടി പോകുന്ന ലൈനിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂവിൽ നിന്ന് പതുക്കെ നടന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ഇടതുവശത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയും അവിടെ പ്രത്യേകമായ ചില മെഹ്റാബുകളും, 2 മെഹ്റാബുകളുണ്ട്. അതിൻ്റെ ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ ചെന്ന് വിവരമുള്ള ആലിമ്യങ്ങളോട് ചോദിച്ച് ചരിത്രങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അത്യത്ഭുതങ്ങളായ പലതും അതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഏതുമാകട്ടെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ നേരെ പോകുന്നു എങ്ങോട്ട്? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ മുമ്പിലേക്ക്. നമ്മുടെ വിഷയം സിയാറത്താണല്ലോ. ആ റൗളയുടെ മുമ്പിലേക്ക് നാം പോകുമ്പോൾ തീർച്ചയായും വളരെ ആദരവോടെ ബഹുമാനത്തോടെ ലോകപ്രവാചകനായ അഫ്ളലുൽ ഖൽഖായ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന വലിയൊരു ആദരവ് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട, നാം നേരെ പുന്നാര ഹബീബിൻ്റെ മുമ്പിലേക്ക് നാം നടന്ന് നീങ്ങി ചെല്ലുമ്പോൾ, തൊട്ടടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇടതുവശത്തേക്ക് കാണുമ്പോൾ 3 ഗ്രില്ലുകൾ, പച്ച പെയിൻ്റ് അടിച്ച 3 ഗ്രില്ലുകൾ നിങ്ങൾക്ക് കാണാം. 3 ഗ്രില്ലുകൾ. ഈ അതിൽപ്പെട്ട ആദ്യത്തെ ഗ്രില്ലിൽ 2 ദ്വാരം നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തേതിൽ 3 ദ്വാരം കാണാം. മൂന്നാമത്തേതിൽ വീണ്ടും 2 ദ്വാരങ്ങൾ കാണാം. ഇതിൽ നിന്നും ആദ്യത്തെ ദ്വാരം കാണുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. സത്യത്തിൽ പൊതുവെ ആളുകൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് ആ കാണുന്ന സ്ഥലം എന്ന. സത്യത്തിൽ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്. അതേ റൂമാണ് അത്. വീടെന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊട്ടാരം പോലത്തെ വീടൊന്നുമല്ലല്ലോ, റൂമായിരുന്നു. അതാണ് ആ കാണുന്നത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ. അപ്പം നാം ഈ പച്ച ഗ്രില്ലിൻ്റെ ഫസ്റ്റ് ചെല്ലുമ്പോൾ 2 ദ്വാരം കാണുമ്പോൾ ആ ദ്വാരത്തിനകത്ത് വെറും 4 സ്ഥലമാണ് അവിടെ ഉള്ളത്. 4 സ്ഥലമാണ്. അത് എന്തിനു വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തെ അടക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഇടമാണ്, സ്ഥലമാണ് അത്. മനസ്സിലാക്കണം. ഈസാ നബി അലൈഹിസ്സലാം ഇൻഷാ അല്ലാഹ് യൻസിലു ഈസാ അലൈഹിസ്സലാം ഇൻദ ഖുർബി സാഅ, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹം 4-ാം ആകാശത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം നിശ്ചിത കാലം ആകുമ്പോൾ അത് ഖുർബുസ്സാഅത്തിനോട് ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വരും. നിശ്ചിത കാലം താമസിക്കും. ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ നവാസ് ബിൻ സമആൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്നു മറിയം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ, മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അയക്കുമ്പോൾ ഫയൻസിലു ഇൻദൽ മിനാറത്തിൽ ബൈളാഇ ശർഖി ദിമിഷ്കസ്, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന്റെ വലത്തെ വെളുത്തെ മിനാരത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. എവിടെ നിന്നും? ആകാശത്ത് നിന്നും ഇറങ്ങി വരുന്നതാണ്. വ്യക്തമായി നബി തങ്ങൾ പറയുന്നു, എങ്ങനെ വാളിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ, 2 മലക്കിന്റെ ചിറകിന്റെ മുകളിൽ കൈവച്ചുകൊണ്ടായിരിക്കും ആകാശത്ത് നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്തിനാണ് വരുന്നത് എന്നറിയുമോ? നാട്ടിൽ കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദജ്ജാലിനെ വധിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യമായി ഇറങ്ങി വരുന്നത് എവിടെയാണ്? ഡമാസ്കസിലെ, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന്റെ ജാമിഅ മസ്ജിദിന്റെ വലത്തെ വെളുത്ത മിനാരത്തിൽ ഇറങ്ങി വരും. എന്നിട്ട് ആ പള്ളിയിലേക്കാണ് ഇറങ്ങി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുന്നു. ആ മിനാരങ്ങൾ ഇന്ന് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വെളുത്ത പെയിന്റുകൾ അടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇറങ്ങി വരാൻ പറ്റുന്ന ഗോവണികൾ വരെ സന്നദ്ധമാക്കിയിരിക്കുകയാണ്, തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ചെന്നാൽ കാണുന്ന ഒരു സത്യമാണത്. ആ അവസ്ഥയിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടതേ ഉള്ളൂ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും. ആ പള്ളിയിൽ വരുമ്പോൾ അവിടുത്തെ ഇമാം ആരായിരിക്കുമെന്നറിയുമോ? ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരിക്കും.
ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരിക്കും. ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വന്ന കാര്യം ആരറിയും? അദ്ദേഹത്തിനറിയാം. അദ്ദേഹം പറയും, അല്ലയോ മഹാനവറുകൾ, അങ്ങാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, ഞാനല്ല, ഞാൻ ബാക്കിൽ നിൽക്കാം. ഈസാ നബി അലൈഹി സ്വലാം സമ്മതിക്കില്ല. നിങ്ങളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, നിങ്ങളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, നിങ്ങൾ തന്നെ നിൽക്കുക, ഞാൻ ബാക്കിൽ നിൽക്കാം. അപ്പോൾ ഒരു പ്രവാചകൻ അല്ലാത്ത ഒരു വ്യക്തിയുടെ പിന്നിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഇമാമത്ത് നിൽക്കുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? എന്താണ് അതിൻ്റെ രഹസ്യം? വരുന്നത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്നത് പുതിയൊരു പ്രവാചകനായിട്ടല്ല, പുതിയൊരു പ്രവാചകനായിട്ടല്ല, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയായി ഉമ്മത്തികളിൽപ്പെട്ട ഒരു ഉമ്മത്തിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങ് നിൽക്കുക ഇമാമത്ത്, ഞാൻ ബാക്കിൽ നിന്നുകൊള്ളാം എന്ന നിലയിൽ മഹാനവറുകൾ പറയുന്നത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ അദ്ദേഹം ഇറങ്ങി വരും. ലക്ഷ്യം എന്താണ്? വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന പണി ഫയത്തുലുബുഹു, കാത്തുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ദജ്ജാലിനെ കൊല്ലുക എന്ന പണിയാണ് ആദ്യം ചെയ്യുന്ന. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ പോകും. ഫയത്തുലുബുഹു, എവിടെയാണ് ദജ്ജാല്? അവനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങും എന്നാണ്. അവനെ കൊല്ലാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഹദീസുകൾ നമുക്ക് കാണാം, അവസാന നാളാകുമ്പോൾ കുറെ ദജ്ജാലീങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദജ്ജാലല്ല, ഇത് അവസാനത്തെ ഉപ്പാപ്പയാണ് ഇവൻ. അതിൻ്റെ മുൻഗാമിയായി കുറേ ദജ്ജാലുകൾ എന്ത് ചെയ്യുന്നു? വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ട കുറേ ദജ്ജാലുകളുടെ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, വിഷമങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ, ആ ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം പോകുന്നതാണ്. ഏതുവരെ? ഹത്താ യുദ്രിക്കുഹു ബിബാബിലുദ്ദിൻ, ലുദ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തും. ആര്? ഈസാ നബി അലൈഹി സ്വലാം എത്തും. അവിടെയാണുള്ളത് ആര്? ദജ്ജാൽ. അപ്പോൾ ദജ്ജാലിനെ കണ്ടുമുട്ടുന്നത് ലുദ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടുമുട്ടുമ്പോൾ ഫയഖ്തുലുഹു, അവിടെ വെച്ചുകൊണ്ട് ദജ്ജാലിനെ ഈസാ നബി വധിക്കും, കൊന്നുകളയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് ലുദ്? എവിടെയാ അറിയോ നിങ്ങൾക്ക്? ലുദ് എന്ന് പറയുന്നത് ഇന്ന് ഇസ്രായേലിൻ്റെ എയർപോർട്ടാണ്. ഇസ്രായേലിൻ്റെ എയർപോർട്ടിൻ്റെ പേരാണ് ലുദ് എന്നത്. ഇസ്രായേലിൽ പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ പരിസരത്തോടെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ലുദ് എയർപോർട്ടിൻ്റെ പരിസരത്തോടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പലരുമുണ്ട്. ഞാനും പോയിട്ടുണ്ട് അവിടെ. ഏതാകട്ടെ, ആ എയർപോർട്ടിൽ വെച്ചായിരിക്കും മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലുന്നത് എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്നാണ്. ചിലപ്പോൾ നബി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ, 1400 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളോട് വളരെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാം. മഹാനായ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു ഈസ ഇബ്നു മറിയം ഇലൽ അർളി, ഈസാ നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ആദ്യം വന്നു കഴിഞ്ഞിട്ട് അവനെ കൊല്ലും, തീർന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനി പ്രബോധനം സമൂഹത്തിലേക്ക് എത്തിക്കപ്പെടും. നാട് ഫസാദായി, പ്രശ്നങ്ങളിലായി, ഏറ്റുമുട്ടലിലായി, ആകെ നാശമായി കിടക്കുന്ന ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം രണ്ടാമത് ഇറങ്ങി വരുന്നത്. ഇവിടെ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇറങ്ങി വന്ന് ഫയതസവ്വജു, അദ്ദേഹം വിവാഹം കഴിക്കും. ആര് വിവാഹം കഴിക്കും? ഈസാ നബി അലൈഹി സ്വലാം വിവാഹം കഴിക്കും. വയൂലദു ലഹു, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? മക്കളും ഉണ്ടാകും. വിവാഹം കഴിക്കുകയും ചെയ്യും, പിന്നെന്ത് ചെയ്യും? മക്കളും ഉണ്ടാകും. അപ്പോൾ 33 വയസ്സായ നിലയിലാണല്ലോ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത്. തിരിച്ചു വരുമ്പോഴും 33 വയസ്സ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളൂ. പിന്നെ അതിന് 34 ആവൂല. 33 കാലനായ നിലയിൽ തന്നെയാ തിരിച്ചു വരുന്നത്. കാരണം ഭൂമിയുടെ സംവിധാനം അങ്ങനെയാ, ആകാശത്തിൻ്റെ സംവിധാനം അങ്ങനെയും. ആ ഭാഗത്ത് കടക്കുന്നില്ല, കാരണം പറയാൻ എമ്പാടുമുണ്ട്, സമയം ചുരുക്കമേ ഉള്ളൂ. ഏതുമാകട്ടെ, അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കും. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ്, വിവാഹം കഴിക്കാത്ത ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യമാരാകാൻ വേണ്ടി തയ്യാറെടുത്ത് നടക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാമല്ലോ, കുറേ സ്ത്രീകളെ നമുക്ക് കാണാമല്ലോ. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? വിവാഹം കഴിക്കും.
അദ്ദേഹത്തിന് മക്കളുമുണ്ടാകും. വയംകുതു ഹംസൻ വ അർബഈന സന, അദ്ദേഹം 45 വയസ്സ് ജീവിക്കും, 45 വർഷം ജീവിക്കും എന്ന് പറഞ്ഞാൽ വീണ്ടും 45 വർഷം ജീവിക്കുമെന്നല്ല. 33 വർഷത്തിന് ശേഷം പിന്നെ 12 വർഷവും കൂടി അദ്ദേഹം എന്ത് ചെയ്യും? ഇവിടെ താമസിക്കുന്നതാണ്. സുമ്മ യമൂത്തു, പിന്നെ അദ്ദേഹം വഫാത്താകും, മരിക്കും. നന്നായി മനസ്സിലാക്കണം. സുമ്മ യമൂത്തു, പിന്നെ അദ്ദേഹം മരിക്കും. വയുദ്ഫനു മഈ ഫീ ഖബറിൻ, എൻ്റെ അടുത്തുള്ള ഖബറിൻ്റെ അടുക്കലായി, എൻ്റെ ഖബറിൻ്റെ അരികിലായിരിക്കും അടക്കപ്പെടുന്നത്. ആര് പറയുന്നു? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അന്നേ പറഞ്ഞു വച്ചിരിക്കാൻ അദ്ദേഹം മരിക്കും, എന്നിട്ട് എൻ്റെ ഖബറിൻ്റെ അടുക്കലായിരിക്കും അടക്കം ചെയ്യുന്നത്. ഫഅഖൂമു അനാ വഈസ ഇബ്നു മറിയം ഫീ ഖബറിൻ വാഹിദിൻ, ഏകദേശം ഒരു ഖബർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് നിന്ന് ഞാനും ഈസാ നബിയും കൂടി ആ ഖിയാമത്ത് നാളിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ആ ബഅസിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പുനർജന്മത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? രംഗത്തേക്ക് വരും. എവിടെ? ബൈന അബീബക്കറിൻ വ ഉമറ, തൊട്ടടുത്ത ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹുവും ഉണ്ട്. ഈ നിലയിലായിരിക്കും എന്നും കൂടി പറഞ്ഞു വെച്ച് കളഞ്ഞു. ഒരു ഹദീസിൽ, സഹിയായ ഹദീസിൽ വന്ന കാര്യമാണ്. എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടെ ഒരു മുന്നറിവോടുകൂടെയാണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഈ കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മഹാനായ അത്താ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, സമിഅതു അബൂ ഹുറൈറത യഖൂൽ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. എന്ത്? ലയഹ്ബതന്ന ഈസ ഇബ്നു മറിയം ഹക്കമൻ അദ്ലൻ വഇമാമൻ മുഖ്സിതൻ വലയസ്ലുകന്ന ഫജ്ജൻ ഹാജ്ജൻ ഔ മുഅ്തമിറ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വന്ന് ദജ്ജാലിനെയൊക്കെ കൊന്നു കഴിഞ്ഞ് എൻ്റെ മുമ്പിലേക്കൊക്കെ വരുന്നത് ഏത് കോലത്തിലായിരിക്കും എന്ന് അറിയാമോ? ഹാജിയായി അല്ലെങ്കിൽ ഉംറക്കാരനായിട്ടാണ് വരുന്നത്. ഹജ്ജിൻ്റെ ഇഹ്റാമൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉംറ നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഒരു ഇഹ്റാമിൻ്റെ കോലത്തിലായിരിക്കും എന്ത് വരുന്നത്? എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്നും ഹദീസിൽ നമുക്ക് കാണാം. വലയഅ്തിയന്ന ഖബരി, എന്നിട്ട് എൻ്റെ ഖബറിൻ്റെ അടുത്ത് വരും. നബി തങ്ങൾ പറയുകയാ, വലയഅ്തിയന്ന ഖബരി, എൻ്റെ ഖബറിൻ്റെ അടുക്കലേക്ക് വരും. ഹത്താ യുസല്ലിമ അലയ്യ, എനിക്ക് സലാം പറയാൻ വേണ്ടി. നിങ്ങൾ പോകുന്ന ചെറിയ കാര്യമാണോ റൗളയിലേക്ക് സലാം പറയാൻ പോകുന്നത്? അല്ല. ഈസാ നബി അലൈഹി സ്വലാം പോലും ഇറങ്ങി വന്നാൽ ഫസ്റ്റ് ചെയ്യുന്ന ജോലി എന്താ? സലാം പറയുക. എൻ്റെ ഖബറിൻ്റെ അരികിലേക്ക് വരും. ഹത്താ യുസല്ലിമ അലയ്യ, എൻ്റെ മേൽ സലാം പറയാൻ വേണ്ടി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇത് പറയുമ്പോൾ വല അറുദ്ദന്ന അലൈഹി, ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയും. വ അലൈക്കുമുസ്സലാം യാ ഈസാ ഇബ്നു മറിയം. ഞാൻ എന്ത് ചെയ്യുന്നു? ഈസാ നബിക്ക് മറുപടിയും കൂടി പറയും എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് യഖൂലു അബൂ ഹുറൈറ ഐ ബുനയ്യ അഖി ഇൻ റഅയ്തുമൂഹു ഫഖാലു അബൂ ഹുറൈറ യുഖ്രിഉക സലാം. എൻ്റെ മക്കളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൻ്റെ ബാക്കി പറയാം, നിങ്ങളെങ്ങാനും നിങ്ങളുടെ സമാനിലെങ്ങാനും ആണ് ഇങ്ങനെ ഈസാ നബി വരുന്നതും നിങ്ങൾക്കൊരു കണ്ടുമുട്ടാൻ അവസരം നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തോടൊന്ന് പറയണേ, ഈ പാവപ്പെട്ട അബൂ ഹുറൈറ നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് ആ ഈസാ നബിയോട് പറഞ്ഞേക്കണേ എന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുകയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ഉബല്ലിഗുനി ബിസ്മിഹി വസ്മി അബീഹി ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ലല്ലാ അലൈക. എൻ്റെ മേലാരെങ്കിലും സ്വലാത്ത് സലാമുകൾ പറഞ്ഞാൽ ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി ജനിച്ച ഇന്ന വ്യക്തി നബിയെ അങ്ങക്ക് വേണ്ടി ഇതാ സലാം പറഞ്ഞിരിക്കുന്നു എന്ന് അവൻ്റെയും അവൻ്റെ പിതാവിൻ്റെയും പേര് ചേർത്തുകൊണ്ട് എൻ്റെ അടുക്കൽ സലാം എത്തിക്കപ്പെടുമെന്നും മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദൂരെ നിന്നും സലാം പറയുന്ന ആളുകളുടെ സലാം എത്തിക്കാൻ
അല്ലാഹു തആല നിശ്ചയിക്കപ്പെട്ട ചില മലായിക്കത്തുകളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന ഫിൽ അർളി യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ആര് സലാത്ത് സലാമുകൾ പറയുന്നുവോ അവകളെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് സമർപ്പിക്കുവാനും എത്തിക്കുവാനും ഒരു സംഘം, ഒരു വിങ്ങനെ, മലായിക്കത്തിന്റെ വിങ്ങനെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി ആരെങ്കിലും എൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണെങ്കിലോ ഞാൻ അതിനെ കേൾക്കും. സമയത്തുഹു. മറ്റൊരു ഹദീസിൽ കാണാം, എൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അതിനെ നേരിട്ട് കേൾക്കുകയും ചെയ്യുമെന്നും മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പറയാൻ എമ്പാടുമുണ്ട്. ഞാൻ കൂടുതൽ കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ളത് കൊണ്ട് വളരെ സ്പീഡിൽ തന്നെ പോവുകയാണ്. നമുക്കറിയും മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നാട്ടിൽ വെച്ചുകൊണ്ട് എപ്പോഴും സലാത്തുകൾ ഇങ്ങനെ പറയും. അദ്ദേഹത്തിന് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ചില തടസ്സങ്ങൾ വന്നതുകൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു, ആ പുണ്യമായ റൗളയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ പറയുന്നു, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്ദുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. അള്ളാന്റെ ഹബീബായ നബിയെ, അങ്ങക്ക് വേണ്ടി ഞാൻ എൻ്റെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും എപ്പോഴും സലാത്തുകൾ സലാമു കൊണ്ട് ഞാൻ അങ്ങക്ക് അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോഴുണ്ടല്ലോ വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്, ഞാനിതാ അങ്ങയുടെ മുമ്പിൽ നേരിട്ട് വന്നിരിക്കുകയാണ് നബിയെ. ആയതുകൊണ്ട് എനിക്കൊരു ആവശ്യം ഉന്നയിക്കാനുണ്ട്. ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി, അങ്ങയുടെ രണ്ട് കരങ്ങൾ ഒന്ന് നീട്ട്, ഞാനൊന്ന് ചുംബിക്കട്ടെ, അങ്ങയുടെ കൈകളൊന്ന് നീട്ടുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? കബറ് പൊട്ടി, അതിനകത്ത് കൈ പുറത്തേക്ക് വന്ന ചരിത്രം ലോകത്ത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇത്രയും അത്യത്ഭുതങ്ങളായ സംഭവങ്ങളാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷവും പിൻതലമുറയായി വന്ന ആളുകൾക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. കുറധികം പറയാനുണ്ട്, ഞാൻ കടക്കുന്നില്ല. ഇനിയോ നാം അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം ആദ്യത്തെ പച്ച ഗ്രില്ലിൻ്റെ ഉള്ളിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ അടക്കും. അതിനുശേഷം പിന്നെ കാണുന്ന പച്ചഗ്രില്ലിൻ്റെ 3 ദ്വാരത്തിൽ ആദ്യത്തെ ദ്വാരത്തിൻ്റെ നേരെ നാം നോക്കുമ്പോൾ കാണാം ഹാദാ ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു വിരിപ്പിൽ, ഒരു തുണിയിൽ എഴുതി വെച്ചതായി കാണാം. അതിനപ്പുറത്തുള്ള ഖബറിൻ്റെ രീതികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പച്ച തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ നബി തങ്ങളുടെ മുഖത്തിന് നേരെ എന്ത് ചെയ്യുന്നു, എഴുതി വെച്ച ഹാദാ ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതിയത് നമുക്ക് കാണാം. വായിക്കാൻ അറിവുള്ളവർക്ക് ആ ദ്വാരത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാം. അപ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ നിൽക്കുക. എങ്ങനെ പോകേണ്ടത്? ഇടത് കൈയിൻ്റെ മണിക്കണ്ടത്തിൻ്റെ മുകളിൽ വലത് കൈ കൊണ്ട് പിടിച്ച് വളരെ ആദരവോടുകൂടെ ആ ഖബറിൻ്റെ അരികിലേക്ക് ചെന്ന് പറയണം, സലാം പറയണം. ഫയുസല്ലിമു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം പറയണം. എങ്ങനെ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, യാ നബിയർ റഹ്മ, യാ നബിയൽ ഉമ്മ, യാ അബൽ ഖാസിം, യാ റസൂല റബ്ബിൽ ആലമീൻ, യാ സയ്യിദൽ മുർസലീൻ വയാ ഖാതമൻ നബിയീൻ. സലാം പറയാം. നബി തങ്ങൾ ഇത്രയൊന്നും പറയാൻ നേരം കിട്ടുമൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം.
ഇത്രയൊക്കെ വിശാലമായി എന്ന് പറയാൻ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയാൻ മാത്രമേ അവിടെ നേരം കിട്ടുള്ളൂ. അത് വേറെ കാര്യം. അവസരം കിട്ടിയാൽ നാം എന്ത് ചെയ്യുക? ഈ നിലയിൽ നാം എന്ത് ചെയ്യണം? സലാം എന്ത് ചെയ്യണം? പറയണം. പറഞ്ഞതിന് ശേഷം ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ, കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളോട് സലാം പറയാൻ വേണ്ടി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ വേണ്ടി കുറേ അധികം ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ടാകുമല്ലോ. ആരൊക്കെയാ പറഞ്ഞേക്കണേ? ഓർക്കോ? കുറേ അധികം ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. അവർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ച ചുമതല അവിടെ വീട്ടേണ്ടവരല്ലേ നാം? നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പം നാം എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണ്ടി പറയേണ്ടത്, അല്ലയോ പ്രവാചകരെ, ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും വരുന്ന സമയത്ത് അങ്ങയോട് സലാം പറയാൻ വേണ്ടി കുറേയധികം ആളുകൾ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറയാം. അപ്പം എല്ലാവർക്കും എന്തായി? അതും കൂടി അവിടെ വെച്ച് പറഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു മുഴവും കൂടി എന്ത് ചെയ്യണം? മുന്നോട്ട് നീങ്ങുക. ഇവിടെ സലാം പറഞ്ഞു നമ്മൾ. ഒരു മുഴവും കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത ദ്വാരം കാണാം. ആ ദ്വാരത്തിൻ്റെ നേരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് അന്തി ഉറങ്ങുന്നത്. നബി തങ്ങളോടൊപ്പം കിടക്കുന്നത് ആരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. എങ്ങനെ കിടക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിബലയുടെ ഭാഗത്തേക്ക് കിടക്കുന്നത്, വലവശം ഇവിടെ, കാലിവിടെ. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ബാക്കിലായി നബി തങ്ങൾ തോളിൻ്റെ നേരെ ശിരസ് വരുന്ന രീതിയിലാണ് കിടക്കുന്നത്. അതുപോലെ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ തൊട്ടപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൻ്റെ നേരെ ശിരസ് വരുന്ന രീതിയിലാണ് കിടക്കുന്നത്. മനസ്സിലായോ പറഞ്ഞ രീതി? മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മുഖം, ആദ്യത്തെ മുഖം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് സലാം പറയുന്നത്. ആദ്യത്തെ ദ്വാരത്തിൻ്റെ ഏകദേശം നേരെ. സത്യത്തിൽ ഏകദേശം ആ ദ്വാരത്തിൻ്റെ നേരെ അല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്ത് അല്പം കൂടെ മാറി ഒരു ഗ്രില്ല്, ഒരു മെഹ്റാബ് പോലത്തെ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ നേരെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖമുള്ളത് കേട്ടോ. പിന്നെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ നേരെ എന്ന് പറയുമെങ്കിലും അല്പം കൂടി ഇങ്ങോട്ട് നീങ്ങി ആ റൗണ്ട് കാണാം. ആ പിന്നെ ഒരു മെഹ്റാബ് പോലെ. ഏതാണെങ്കിലും അവിടെ വെച്ച് സലാം പറഞ്ഞ് രണ്ടാമത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിൽ ചെന്ന് പറയണം. എന്ത് പറയണം? അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് ജസാക്കല്ലാഹു അൻ ഉമ്മത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി സലാം പറയുക. സലാം പറയുക. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു? മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വാപ്പ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാച്ചൻ അല്ലേ? അമ്മാച്ചൻ. അതിനേക്കാൾ ഉപരി നബി തങ്ങളുടെ സന്തത സഹചാരി, എല്ലാ കാര്യത്തിലും നബി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഹായി ആയിരുന്നല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയമായി. നബി തങ്ങൾ വഫാത്തായി കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തിൽ ചില്ലുവാനും കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും എന്തായി? വഫാത്തായി. വഫാത്താകുന്നതിന് മുമ്പ് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ആയിഷ, ഇന്ന അബൂബക്കർ സിദ്ദീഖ് ലമ്മ ഹദറത്തുൽ വഫാത്തു ഖാല അയ്യ യൗമിൻ ഹാദാ. മോളെ, ഇന്ന് ഏത് ദിവസമാണ് മോളെ? ഇന്ന് എന്താഴ്ചയാണ് മോളെ എന്നർത്ഥം. അയ്യ യൗമിൻ ഹാദാ, ഇന്ന് ഏത് ദിവസമാണ് മോളെ? അപ്പോൾ പറഞ്ഞു, യൗമൽ ഇസ്നൈനി യാ അബീ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് വാപ്പാ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഇൻ മിത്തു മിൻ ലൈലതി ഹാദാ, ഈ തിങ്കളാഴ്ചയുടെ ഈ രാത്രിയിൽ ഞാൻ വഫാത്താവുകയാണെങ്കിൽ ഫലാ തുൻളിറൂനി ലിഗദിൻ, എൻ്റെ ജനാസ നാളെ അടക്കാൻ വേണ്ടി നിങ്ങൾ കാത്തു വെക്കരുത് കേട്ടോ. നാളത്തേക്ക് വേണ്ടി നിങ്ങൾ കാത്തു വെക്കരുത്. കാരണം എന്താണെന്നറിയുമോ? ഫഇന്ന അഹബ്ബൽ അയ്യാമി വൽ ലയാലി ഇലയ്യ അഖറബുഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ജനിച്ചതും തിങ്കളാഴ്ച, വഫാത്തായതും തിങ്കളാഴ്ച, നബി തങ്ങളോട് ബന്ധപ്പെട്ട ഒരു തിങ്കളാഴ്ചയായിരിക്കെ ആ തിങ്കളാഴ്ചയുടെ ബർക്കത്ത് എനിക്കും കിട്ടണം. ആയതുകൊണ്ട് എൻ്റെ ജനാസ അടക്കാൻ
തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത് കേട്ടോ, ഈ വാപ്പ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ് എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോടും കൂടെയുള്ള ബാക്കി കൂട്ടുകാരായ സഹാബത്തിനോടും പറയുകയാണ്. തന്നെയുമല്ല ഒരു കാര്യവും കൂടി ചെയ്യണം. വാപ്പ മരിച്ചു കഴിഞ്ഞു, വാപ്പാൻ്റെ ജനാസയൊക്കെ പൊതിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ശേഷം എന്ത് ചെയ്യണമെന്നറിയുമോ? വാപ്പാൻ്റെ ജനാസ കൊണ്ടുവന്ന് പൊന്നാര ഹബീബിൻ്റെ റൗളയുടെ മുമ്പിൽ വെക്കണം. വച്ചു കഴിഞ്ഞിട്ട് ചോദിക്കണം, യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ കൂട്ടുകാരനാണ്, സാഹിബാണ്, ഇദ്ദേഹത്തെ അടക്കാൻ അങ്ങ് അനുവദിക്കുമോ? അനുവാദമുണ്ടോ? ഉണ്ട് എന്ന അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ ഈ സാധുവായ എൻ്റെ ജനാസ ഇവിടെ അടക്കാൻ സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ അനുവദിക്കാവൂ. എല്ലാവരും കേട്ടു, സമ്മതിച്ചു, സങ്കടത്തോടെ സമ്മതിച്ചു. അവസാനം അതേ രാത്രിയിൽ തന്നെ അദ്ദേഹം വഫാത്തായി. അതേ ദിവസത്തിൽ തന്നെ ജനാസയെല്ലാം കുളിപ്പിച്ചു, നമസ്കാരമൊക്കെ കഴിഞ്ഞു. ജനാസ കൊണ്ടുവന്ന് ഖബറിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ പ്രവാചകരെ, അങ്ങയോടിങ്ങനെ അനുവാദം ചോദിക്കാൻ വേണ്ടി ഈ അബൂബക്കർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മറുപടി? അല്പസമയം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതാ ആകാശത്തിൽ നിന്നും ഒരു അശരീരി ശബ്ദം കേൾക്കുന്നു. എന്താണെന്നല്ലേ? ഫനാദാ മുനാദിൻ ലമ്മിൽ ഹബീബൈലൽ ഹബീബ്, ഹബീബിൻ്റെ ജനാസയുടെ അടുത്ത് തന്നെ അടക്കിക്കോ, കുഴപ്പമില്ല എന്നൊരു വിളിയാളം കേൾക്കുകയുണ്ടായി. അതോടുകൂടിയാണ് അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ചിന്ത നമുക്ക് വേണ്ടേ? തീർച്ച നാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയുമ്പോൾ തീർച്ചയായും അസ്സലാമു അലൈക യാ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് ജസല്ലാഹു അൻക അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചരിത്രവും കൂടി ആ സംഭവം കൂടി ഓടി വരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം അടുത്ത മൂന്നാമത്തെ ദ്വാരത്തിൻ്റെ അടുത്തലേക്ക് ചെല്ലുമ്പോൾ ഉള്ളിലൂടെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഹാദാ ഖബറു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് അവിടെയും എഴുതി വച്ചതായി കാണാം. ഖബറിൻ്റെ മറ്റൊന്ന്, അവിടെ തുണിയുടെ മുകളിലുള്ള എഴുത്താണ് നിങ്ങൾ കാണുന്നത്, വേറൊന്നുമല്ല. അവിടെ തുണിയുടെ മുകളിലുള്ള എഴുത്താണ് കാണുന്നത്. ആ എഴുത്ത് കാണുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് നാം എത്തുമ്പോൾ പറയുക, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജസാക്കല്ലാഹു അൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൽ ജസാ. അല്ലയോ ഉമറുൽ ഫാറൂഖ്, അങ്ങക്ക് വേണ്ടി ഇതാ ഞങ്ങൾ സലാം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് ലഭ്യമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക? മൂന്നാമത് സലാം പറയുക. ആരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു? അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തെ സംഭവത്തെപ്പറ്റി നമുക്കറിയുമല്ലോ. സുബ്ഹിസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ജൂതനായ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തെ കുത്തുകയും കത്തികൊണ്ട് കുത്തുകയും വയറുകീറി പണ്ടവും കുടലും ഒക്കെ പുറത്തു ചാടി വല്ലാത്ത ഹാലിലായി. അതിനുശേഷം പിന്നീട് കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ എന്ന ചരിത്രങ്ങളൊക്കെ നമുക്കറിയും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് മക്കളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ജീവിതാഭിലാഷമുണ്ട്. എന്താണെന്നല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ എൻ്റെ ഹബീബിൻ്റെയും എൻ്റെ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തൊട്ടടുത്ത് ഒരു ഖബറും കൂടി കുഴിക്കാൻ ഒരു സ്ഥലമുണ്ട്. അത് ആയിഷ ബീവിയുടെ വീടാണ്, ആയിഷ ബീവിക്ക് അവകാശപ്പെട്ടതുമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജനാസ അവിടെ അടക്കാനുള്ള അനുവാദത്തിന് വേണ്ടി നിങ്ങൾ ചെന്ന് ആയിഷ ബീവിയോട് ചോദിക്കണം. നിങ്ങൾക്കുള്ള അവകാശമാണ്, പക്ഷേ എൻ്റെ ജനാസ ഒന്ന് അടക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്ന നിലയിൽ അനുവാദം ചോദിക്കണമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയും അങ്ങനെ അവരെന്ത് ചെയ്തു? അനുവാദം കൊടുക്കുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിലാണ് തൊട്ടുപുറകിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ തൊട്ടുപുറകിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ദഫൻ ചെയ്യപ്പെട്ടത്, ഖബറടക്കപ്പെട്ടിട്ടുള്ളത് എന്ന ചരിത്രവും കൂടി ഈ ഘട്ടത്തിൽ നാം എന്ത് ചെയ്യുക? ഓർക്കുക എന്നത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക.
ഈ പള്ളിയിൽ കടക്കുന്ന ഇതിനകത്ത് പള്ളിയിൽ കടക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രത്യേകമായി എഴുത്തിക്കാഫിൻ്റെ നെയ്യത്തോടു കൂടെയാകണം കടക്കേണ്ടതും. അവിടെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു പോയാൽ പിന്നെ എഴുത്തിക്കാഫിൻ്റെ നെയ്യത്ത് കിട്ടുമല്ലോ. ഇതിൻ്റെ ഉള്ളെല്ലാം പള്ളിയാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, സലാം പറഞ്ഞതിന് ശേഷം സാധാരണ കുറച്ചുകൂടി ബാക്കിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഫാത്തിഹ, യാസീൻ പോലെയുള്ളതൊക്കെ ചെയ്യണം എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷെ ഇന്നതൊന്നും പ്രായോഗികമല്ല, മനസ്സിലാക്കണം. ഇന്നെന്തല്ല അതൊന്നും പ്രായോഗികമല്ല. പിന്നെന്താണ്, സലാം പറഞ്ഞ് അങ്ങോട്ട് പോകാമെന്നല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല. പിന്നെ മുറ്റത്ത് മാറി നിന്ന് നേരെ പോയി എന്ത് ചെയ്യുന്നു, ബാക്ക് വശത്തേക്ക് വന്ന് മുറ്റത്ത് മാറി നിന്ന് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുക, യാസീനോ ദുആയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വിരോധമില്ല. ഇനി സഹോദരിമാരെ, നിങ്ങൾ പള്ളിയുടെ ഉള്ളിൽ ചെന്ന് തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് അല്ലെങ്കിൽ ജമാഅത്തിൽ പങ്കെടുത്ത് ദുആയും കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെന്ന് ഏകദേശം കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ ബാക്ക് വശത്താണ് നിങ്ങൾ ചെല്ലുന്നത്. നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ഭാഗത്തേക്ക് പുരുഷന്മാർ പോയതുപോലെ മുന്നിലൂടെ പോകുവാനോ മുന്നിൽ ചെന്നുകൊണ്ട് സലാം പറയുവാനോ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്ക് വശത്ത് ചെന്ന് നിന്നുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ടിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും പിന്നീട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനും സലാമുകൾ പറഞ്ഞിട്ട് നിങ്ങളോട് ആരെങ്കിലും സലാം പറയാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും എന്ത് ചെയ്യുക, വസിയത്ത് ചെയ്യുക. എന്നിട്ട് തിരിച്ചുകൊണ്ട് മാറിപ്പോരുക. ഇതേ നിങ്ങൾക്കും സാധ്യമാവുകയുള്ളൂ. പുരുഷന്മാർക്ക് മാത്രമാണ് അതിൻ്റെ മുന്നിലൂടെ പോകാൻ പറ്റുകയുള്ളൂ. ഇനി പ്രത്യേകമായി ഇരുകൂട്ടരോടും പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു ഭാഗമുണ്ട്. മാബൈന കബരി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു ഇടം അവിടെയുണ്ട്. അത് എവിടെയാണെന്നറിയുമോ? അത് നബിതങ്ങളുടെ ഖബറിൻ്റെയും അതുപോലെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ്. ചുരുങ്ങിയ സ്ഥലമേ ഉള്ളൂ. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കയറാൻ വളരെ ചുരുങ്ങിയ സ്ഥലമേ ഉള്ളൂ. ഇതിനുള്ളിൽ കയറി 2 റക്അത്തെങ്കിലും നമസ്കരിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. വളരെ സൗഭാഗ്യം കിട്ടുന്ന വലിയ മഹോന്നതമായ കാര്യമാണ്. അതിനേക്കാൾ ഉപരി നബിതങ്ങൾ പറഞ്ഞല്ലോ, റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന്, സ്വർഗത്തിൽപ്പെട്ട ഒരു തോപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ സ്വർഗത്തിൻ്റെ തോപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉലമാക്കൾ പറയുന്നത് ആ സ്ഥലത്തോടുകൂടെ തന്നെ ആ സ്ഥലത്തിൽ സന്നിഹിതരായി നിസ്കരിച്ചവരെ കൂടെ ഉൾപ്പെടുത്തി നേരെ എന്ത് ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നെല്ലാം ഉലമാക്കൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞതാണ് സ്വർഗമാണ് എന്ന്. അവിടെ പോയി അല്പസമയം ഇരിക്കുക. ഇത് പൊതുവിൽ ചെന്നിരിക്കുന്നതിന് കുറേ ത്യാഗമുണ്ട്. പുരുഷന്മാർക്കാണെങ്കിലും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്. ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സമയവും സന്ദർഭവും നോക്കുക. സഹോദരിമാരെ, നിങ്ങൾക്ക് മുമ്പെല്ലാം അനുവദിക്കപ്പെട്ടിരുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലം വരെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് രാവിലെ 7 മണി മുതൽക്ക് 11 മണി വരെ. ആരോട്? സഹോദരിമാരോടായി പറയണേ. രാവിലെ 7 മണി മുതൽക്ക് 11 മണി വരെയും, ളുഹറിന് ശേഷം അസ്ർ വരെയും, അസ്റിന് ശേഷവും നിങ്ങൾക്ക് സമയമുണ്ട്. പിന്നെ ഇശാ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 3 മണി വരെ അല്ലെങ്കിൽ 2:30-3 മണി വരെയും നിങ്ങൾക്ക് എന്തുണ്ട്, വിശാലമായ സമയം നിങ്ങൾക്കുണ്ട്. പുരുഷന്മാർക്ക് മിക്കവാറും സമയം ഓപ്പണിംഗ് ആയിരിക്കും. പക്ഷേ ക്യൂ നിന്ന് ഓരോ സംഘങ്ങളായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് കടക്കാൻ പറ്റുള്ളൂ. ഓടിച്ചെന്നകത്തേക്ക് കടക്കാനും എന്താവില്ല, സാധിക്കില്ല. നമ്മളെപ്പോലെ 10,000-കണക്കിന് ആളുകൾ ക്യൂ നിന്നിട്ടാണ് അകത്ത് കടക്കുന്നത്. അപ്പം നമ്മുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് കടക്കുക. ഇനി മനസ്സിലാക്കാനുള്ളത്,
ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് റൗളയാണ് എന്നെങ്ങനെ അറിയും നമ്മൾ? ഒക്കെ തൂണ് ഏകദേശമൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റൗളയാണ്, റൗളയുടെ ഉള്ളിൽ കയറി നിന്നു എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പല ഘട്ടങ്ങളിലും വെളുത്ത കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. ഇനി പുതിയത് ഏതാണെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഉള്ളത് വെളുത്ത കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. ഈ കാർപ്പറ്റ് വിരിച്ചതിൻ്റെ ഉള്ളിൽ മിക്കവാറും എന്താണ് ഈ റൗളയാണ്. ഇപ്പം ജനത്തിരക്ക് കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, അതല്ലാത്ത സ്ഥലവും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ മാർഗം, നിങ്ങൾ കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെളുത്ത മാർബിൾ കൊണ്ടുള്ള തൂണ് നിങ്ങൾക്ക് കാണാം. വെളുത്ത മാർബിൾ, ആ മാർബിളിനകത്ത് പച്ച മാർബിൾ കൊണ്ട് ലൈൻ കൊടുത്ത തൂണ്. എങ്ങനെ? പച്ച മാർബിൾ കൊണ്ട് തന്നെ വെളുത്ത മാർബിൾ കൊണ്ട് പൊതിഞ്ഞ ആ തൂണിൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ തൂണിൻ്റെ ഉള്ളിൽ കടന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്താണ്, ഇത് റൗളയാണ്. മാബൈന കബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കടന്നു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. പക്ഷേ അധിക പേരെയും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുത്തിയിട്ട് പറയും ഇത് തന്നെ റൗള, സല്ലിഹില ഇവിടെ തന്നെ നിസ്കരിച്ചു, അവിടെ തന്നെ ഇതൊക്കെ റൗളയാ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും. പക്ഷെ അതെന്ത് ചെയ്യണ്ട, നിങ്ങളത് അവർ പറയണത് കേട്ടോ, പക്ഷെ ഇതെന്ത് ചെയ്യണ്ട, റൗളയല്ല. പിന്നെ അതിനു വേണ്ടി ഒരു ഘട്ടം പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ വന്ന് ഒരു ഘട്ടത്തിലെങ്കിലും പുരുഷന്മാരെ നിങ്ങളും സ്ത്രീകളെ നിങ്ങളും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യണം, 2 റക്അത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പള്ളിയുടെ ഉള്ളിൽ, അതായത് മാബൈന കബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ കുറേ തൂണുകളുണ്ട്, കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന കുറേ തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായി ഗോൾഡൻ കളറിലുള്ള പെയിൻ്റാണ് മുകൾ ഭാഗത്തൊക്കെ അടിച്ചിരിക്കുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിവുള്ള ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം ഈ റൗള ഇരിക്കുന്ന ഭാഗം ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കുക. റൗള ഇരിക്കുന്ന ഈ മാബൈന കബരിയോ മിമ്പരി എന്നതിൻ്റെ ഇരിക്കുന്ന ഭാഗം, അതിനപ്പുറത്തേക്ക് ഒരു 3, 4, 5 തൂണിൻ്റെ ഭാഗം വരെയും നീണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പള്ളി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഹാദാ ഹദ്ദു മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തൂണിൻ്റെ മുകളിൽ പച്ച പെയിൻറ് കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്, ഹാദാ ഹദ്ദു മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന പള്ളിയുടെ അതിർത്തി ഇതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നോക്കിയാൽ അറിവുള്ളവർ നോക്കിയാൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും. അതിനപ്പുറത്ത് വീണ്ടും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൂട്ടിയെടുത്ത ഒരു ഭാഗമുണ്ട്. അതിനപ്പുറത്ത് അതിൻ്റെ ഫ്രണ്ടിലായി, അതായത് ഇപ്പോൾ നമ്മൾ സിയാറത്തിന് വേണ്ടി നടന്നു പോകുന്ന ഇടം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൂട്ടിയെടുത്ത ഭാഗമാണ്. ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അറിവുള്ളവരോടൊക്കെ എന്ത് ചോദിക്കുക. ഏതുമാകട്ടെ, ഇതിനകത്ത് കുറേ തൂണുകളുണ്ട്. ആ തൂണുകളെ സംബന്ധിച്ചോളം 19 തൂണുകളുണ്ട്, മുഖ്യമായ 19 തൂണുകളുണ്ട് എന്നാണ് പറയുന്നത്. ആ തൂണുകൾക്കെല്ലാം പ്രത്യേകം ചില പേരുകളുണ്ട്. ഒന്ന് ഉസ്തുവാനത്തു ആയിഷ, ഒന്ന് ആയിഷ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന അവിടെ എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ. ഉസ്തുവാനത്തു ആയിഷ, ഉസ്തുവാനത്ത് തൗബ, ഉസ്തുവാനത്ത് സരീർ, ഉസ്തുവാനത്ത് അലി, ഉസ്തുവാനത്തുൽ ഹിർസ്, ഉസ്തുവാനത്തുൽ ഉഫൂദ് എന്നിത്യാദി കുറേ പേരുകളൊക്കെ ഓരോ തൂണുകൾക്കും വലിയ ചരിത്രങ്ങളുണ്ട്. അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മദീന പള്ളിയുടെ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ ഉള്ള ചരിത്രങ്ങളൊക്കെ നാം എന്ത് ചെയ്യണം, കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക, അവിടെയുള്ള ആലിമ്യങ്ങളോട് ചോദിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അപ്പോൾ സിയാറത്ത് തൽക്കാലം അവിടെ കഴിഞ്ഞു. എവിടുത്തെ സിയാറത്ത്? മസ്ജിദ് നബവിയിലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലവിനെയൊക്കെ സിയാറത്ത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകിൽ റൂമിലേക്ക് പൊക്കോ, കുഴപ്പമില്ല. പിന്നീട് നിങ്ങൾ സമയം അനുസരിച്ചുകൊണ്ട് വന്ന് പള്ളിയിൽ ജമാഅത്തിലും മറ്റു കാര്യങ്ങളിലും പുരുഷന്മാർ ഒന്നെന്ത് ചെയ്യുക, കൂടുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അവിടെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ, സിയാറത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ഉള്ള നിശ്ചിത കാലഘട്ടത്തിൽ നാം അവിടെ താമസിക്കുമ്പോൾ
എന്ത് ചെയ്യണം? അവിടെ സന്ദർശിക്കേണ്ട കുറേ ഇടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മദീനയിലെ ഖബർസ്ഥാൻ, ജന്നത്തുൽ ബഖീഅ് എന്ന് പറയുന്നത്. ഏതാണ്? ജന്നത്തുൽ ബഖീഅ് എന്ന് പറയും. അതിൻ്റെ അത് സ്ത്രീകൾക്ക് അകത്ത് കടക്കാൻ പറ്റൂല, പുരുഷന്മാർക്കേ അതിനകത്ത് കടക്കാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് പിന്നെ എന്ത് ചെയ്യുന്നു? ഗേറ്റിൻ്റെ പുറത്ത് ഒരു ഭാഗത്ത് മാറി നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയാൽ അവിടെയുള്ള ഖബർസ്ഥാനൊക്കെ ഇങ്ങനെ കാണാം, ദൂരെ നിന്ന് വീക്ഷിക്കാം എന്നല്ലാതെ അകത്ത് കടക്കാൻ സാധ്യമല്ല. മനസ്സിലാക്കിക്കോ. നാം കടന്നു ചെല്ലുമ്പോൾ പുരുഷന്മാരെ, നിങ്ങൾ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്ന് ചെന്ന് കഴിയുമ്പോൾ രാവിലെ 7 മുതൽ ഏകദേശം ഒരു 8 മണി, 1.5 മണിക്കൂറേ അത് ഓപ്പണിംഗ് ഉള്ളൂ രാവിലെ. വൈകുന്നേരവും അസർ കഴിഞ്ഞ് മഗ്‌രിബിന് മുമ്പ് പൂട്ടപ്പെടും. ഈ 2 ടൈമിലെ പുരുഷന്മാരെ ആണെങ്കിൽ പോലും അതിനകത്ത് എന്ത് ചെയ്യുള്ളൂ? കടത്തോളൂ കേട്ടോ. അപ്പം ആയതുകൊണ്ട് രാവിലെ സുബഹി കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് മുതൽ ആവും ഒരു 7:30 വരെ 8 മണിക്കുള്ളിൽ തന്നെ അവരെന്ത് പൂട്ടും. അപ്പം അതിനുള്ളിൽ ഓടിച്ചെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ കടക്കണം. കടന്ന് നേരെ അങ്ങോട്ടേക്ക് മെയിൻ ഗേറ്റ് അങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ വലതുവശത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഗ്രില്ല് കൊണ്ട് അടക്കപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറേ ഖബർസ്ഥാനുകൾ നിങ്ങൾക്ക് കാണാം. അവിടെയുള്ളത് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ, ഹസൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിരസ്, മുഹമ്മദുൽ ബാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹോന്നതന്മാരായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളും പേരമക്കളും അടങ്ങുന്ന ഒരു സംഘമാണ് ആ ഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കാണുക, അവർക്ക് സലാം പറയുക. അതിനുശേഷം അൽപ്പൊടി മുന്നോട്ട് പോകുമ്പോൾ നേരെ വലതുവശത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളുടെ ഖബറുകൾ കാണാം. ഒന്നും എഴുതി വച്ചിട്ടില്ല കേട്ടോ, അവിടെ ഒന്നും എഴുതി വച്ചിട്ടില്ല. അതിൻ്റെ ചാർട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഇന്നതാണ് എന്ന് അറിയാൻ പറ്റും. അതുള്ളൂ. അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടാവും, ഇതൊന്നും ആരെപ്പറ്റി അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, കണ്ടുകൊണ്ടോട് പോയാൽ മതി എന്ന നിലയിൽ നമ്മളോട് എന്ത് ചെയ്യുന്നവർ പറയുകയും ചെയ്യും. ഏതുവാക്കാം, അവർക്കതേ സാധിക്കുള്ളൂ. കാരണം അതങ്ങനെ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ സൗദി ഗവൺമെൻറ്റിനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, ഇതെന്താ അവർ സമ്മതിക്കാത്ത എന്താന്ന്. ഒരു പരിധിവരെ നാം മനസ്സിലാക്കേണ്ടത്, എങ്ങാനും നാം എന്തെങ്കിലും ഒന്ന് അല്പം അനുവദിച്ചു കൊടുത്താൽ പിന്നെ എന്തിനാ ഖബറെ പൊക്കിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ അല്ലേ. പിന്നെ അവിടെ ഖബറൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ ഇച്ചിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ മാന്തി എന്തെങ്കിലും മണ്ണെടുത്ത് പോക്കറ്റിലിടും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ബാഗിൽ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ വിരിച്ചിട്ടിരിക്കുന്ന പാറ അവിടെ ജോലിക്കാർ വന്ന് പൊട്ടിക്കുന്ന സമയത്ത് അതിന് അടിയിൽ മണ്ണ് വാരി പോക്കറ്റിട്ടുണ്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതാണ് അവസ്ഥ. അപ്പം ഇച്ചിരി അനുവദിച്ച, കാരണം അവരത്രയും നിയന്ത്രണം വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനത് പറയുന്നത്. വേണമില്ലെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ ചെല്ലാൻ പറ്റൂല. അവിടെ തന്നെ നിൽക്കും, പോവില്ല. ഇവർ പോയിട്ട് വേണ്ട പുറകിലുള്ളവർക്ക് വരാൻ ആകട്ടെ. അപ്പം നാം എന്ത് ചെയ്യണം? ഇതിനകത്ത് ചെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളുടെ മക്ബറകളുണ്ട്. ഒരു കല്ലുകൾ മാത്രം വച്ചിട്ടുള്ളൂ എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കാണാം 9 ഭാര്യമാരുടെ ഖബറുകൾ നമുക്ക് കാണാം. ആരുടെ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ഭാര്യമാരുടെ ഖബറുകൾ നമുക്കവിടെ കാണാം. അപ്പോൾ ബാക്കി 2 പേരോട് പോയി. 11 പേരല്ലേ? 11 പേര്, ബാക്കി 2 പേര്. ഒന്ന് ഖദീജ ബീവി അല്ലേ? ഖദീജ ബീവിയുടെ ഖബർ മുമ്പ് സന്ദർശിച്ചില്ലേ നമ്മൾ? എവിടെ വെച്ച്? മക്കത്ത് വെച്ച്, ജന്നത്തുൽ മുഅല്ലയിൽ. പിന്നെ ബാക്കി മറ്റൊരാളുണ്ടല്ലോ, മൈമൂന ബീവി. എവിടെ സന്ദർശിച്ചിരുന്നു? മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന വഴിയിൽ മസ്ജിദ് ആയിഷയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലത്തിലുള്ള സരിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇടത് സൈഡിലൊക്കെ ഒരു ഖബറുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ? അവിടെയാണ് മൈമൂന ബീവി. അങ്ങനെ ആ നിലയിൽ അവർക്കും സലാം പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി റൈറ്റ് സൈഡിൽ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ കൂടെ തൊട്ടടുത്ത് കിടക്കുന്നത് മഹാനായ നാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാരായ ആളുകളാണ്. അറിയുന്നവർക്ക് ആ ഖബർ കാണുമ്പോൾ എന്ത് ചെയ്യും? അറിയും. എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പിന്നീട് കുറേ മുന്നോട്ട് പോകുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിങ്ങനെ വട്ടം കെട്ടി അവിടെ ബോർഡൊക്കെ വച്ചിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുടേത്, അതുപോലെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ ബിൻതി അസദ്, അലി റളിയല്ലാഹുവിൻ്റെ ഉമ്മയായ, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മയായ
ഫാത്തിമ ബിന്തി അസദിൻ്റെ ഖബറുണ്ട് അവിടെ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഇങ്ങനെയുള്ള മഹാന്നതന്മാരായ 10,000-കണക്കിന് സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, അതിനുശേഷമുള്ള താബിഈങ്ങളും തബഉ താബിഈങ്ങളും തുടർന്ന് വന്ന ആളുകളിൽ നല്ല ശതമാനം ആളുകളും അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഖബർസ്ഥാനാണ് എന്ന് പറയുന്നത് ജന്നത്തുൽ ബഖീഅ് എന്ന് പറയുന്നത്. ഏതാണ് ജന്നത്തുൽ ബഖീഅ് എന്ന് പറയുന്നത്? അത് അവിടെ നാം എന്ത് ചെയ്യണം? സന്ദർശിക്കണം. ഒരു സ്ഥലമാണ്. രണ്ടാമത്തേത് ഉഹദ് പർവ്വതം. ഇവിടെ മദീനയിൽ സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ഉഹദ് പർവ്വതം എന്നത്. ജബൽ ഉഹദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം അതിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയാണ് മഷ്ഹദു ഹംസ എന്ന് പറയും. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചത്, കൊല ചെയ്യപ്പെട്ടത് അവിടെ വച്ചാണ്. നമുക്കറിയാം ഹംസ റളിയല്ലാഹു തആല ശരീരങ്ങളെ തുണ്ടമാക്കി എന്ത് ചെയ്തു? കരള് കടിച്ച് പറിച്ച് ചവച്ചരച്ച സംഭവങ്ങളൊക്കെ ദുഃഖകരമായ സംഭവം നമുക്കറിയും. അവിടെയാണ്, എവിടെ? ഈ ഉഹദ് മലയുടെ തൊട്ടടുത്താണ് ഉള്ളത്. ആ കാമ്പൗണ്ടിനകത്ത് തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. പോലെയുള്ള മഹോന്നതന്മാരായ മഹാരഥന്മാരായ സഹാബാക്കൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റു പലരുമുണ്ട്, എണ്ണ ഒന്നും പറയുന്നില്ല. എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെയും നാം എന്ത് ചെയ്യുക? സന്ദർശിക്കുക. അതിന് തൊട്ടടുത്ത് തന്നെ ജനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കയറിയിരിക്കുന്ന ഒരു പർവ്വതം, ചെറിയ പർവ്വതം കാണാം. ജബൽ റുമാത്ത് എന്ന് പറയും. ഉഹദ് യുദ്ധം ഉണ്ടായ സമയത്ത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 70ഓളം വരുന്ന സഹാബത്തിനെ അവിടെ നിർത്തുകയും ശത്രുക്കൾ വന്നുകൊണ്ട് നമുക്ക് വിജയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ വിജയം കിട്ടി. അവർക്ക് ഇനിയിപ്പോൾ നിൽക്കേണ്ട കാര്യമല്ലോ എന്ന് വെച്ച് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്ക് ശത്രുക്കളായ ആളുകൾ ബാക്കിലൂടെ വന്നു. വീണ്ടും മുസ്ലിമീങ്ങൾപ്പെട്ട കുറച്ചധികം ആളുകളെ 70ഓളം വരുന്ന സഹാബത്തിനെ കൊലയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. അവരെ നിർത്തിയിരുന്ന ആ പർവ്വതമാണ് ജബലുർ റുമാത്ത് എന്ന് പറയുന്നത്. ഉഹദ് പർവ്വതം എന്ന് വളരെ വിശാലമാണ്. ഏകദേശം കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്നതാ. ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അങ്ങേയറ്റം ഒരു മൂലയിൽ മഹാനായ ആരാണ്? ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഒരു കിതാബിൽ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഫലസ്തീനിലെ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചെന്ന് പറഞ്ഞ തൂരിസീന പർവ്വതത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു കുന്നുണ്ട്, ഒരു പർവ്വതം. അതിൻ്റെ മുകളിലാണ് എന്ന് പ്രത്യേകം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഏതാണ് ചരിത്രമാണല്ലോ, ഓരോരുത്തരും അതിൻ്റേതായ നിഗമനങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. അൽഹംദുലില്ലാ തൂരിസീന പർവ്വതത്തിൽ ആ മഹാനായ മറ്റേ ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ ഖബറും ഞാൻ പോയി സന്ദർശിക്കാൻ എനിക്ക് അല്ലാഹു തആല തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഏതായിരുന്നാലും ഈ ഉഹദ് മലയിൽ നാം ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? ചെന്ന് പോയി കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. പിന്നീട് മദീനയിൽ സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലമാണ് മസ്ജിദ് ഖുബാ എന്ന് പറയുന്നത്. ഏതാണ് മസ്ജിദ് ഖുബാ എന്ന് പറയുന്നത്? ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ച് തന്ന ആ മസ്ജിദ് ഖുബാ പള്ളിയാണ് മസ്ജിദ് ഖുബാ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയി ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് ഖുബാ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ പള്ളിയും കാണണം. പള്ളിയിൽ നിങ്ങളെ കൊണ്ടുപോകും. സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ വാഹനം അവിടെയും എത്തിക്കും. ആ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുക. ആ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുക. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൻ ഫി മസ്ജിദ് ഖുബാഇൻ കഉംറത്തിൻ. ഖുബാ പള്ളിയിൽ പോയുള്ള 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക എന്നതിൻ്റെ പ്രതിഫലം കഉംറത്തിൻ, ഒരു ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുബാ ഈ പള്ളിയുടെ തൊട്ടുമുറ്റത്ത് തന്നെ ബിഇറു അരീസ് എന്ന് പറയുന്ന ഒരു കിണറും അടുത്ത കാലം ഒരു 4-5 വർഷത്തിന് മുമ്പ് വരെ അതിൽ കിണറിൻ്റെ മുകളിൽ ഒരു കുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ചെല്ലുമ്പോൾ എന്ത് ചെയ്ത് ആ കുബ്ബയൊക്കെ ഇടിച്ച് പൊളിച്ച് എന്ത് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ചരിത്രം അറിയുന്നവരോട് ചോദിക്കുക. ബിഇറു അരീസ്, വലിയൊരു ചരിത്രമുറങ്ങുന്ന ഒരു കിണറാണത്. ബിഇറു അരീസ് എന്ന് പറയുന്ന കിണറുണ്ട്. എന്താ അതിൻ്റെ ചരിത്രവും നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നീട്
പിന്നീട് നാം സന്ദർശിക്കുന്ന മറ്റൊന്ന് മസ്ജിദുൽ ഖിബലത്തൈൻ, 2 ഖിബലയുടെ പള്ളി എന്നർത്ഥം. അതായത് ഒരു സമയത്ത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഉമ്മു ബിശ്ർ എന്ന് പറയുന്ന ഒരു സഹാബി വനിത രോഗിയായി കിടന്നപ്പോൾ അവരെ സന്ദർശിക്കാൻ വേണ്ടി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം നബിയെ എന്ന് പറഞ്ഞ് നബി തങ്ങളെ അവിടെ ഇരുത്തി. ശരി, അങ്ങനെ സമ്മതിച്ചു. ദുഹറിൻ്റെ സമയമായി. ദുഹർ നിസ്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കൈകെട്ടി നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി 2 റക്അത്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ മദീനയിലേക്ക് നബി തങ്ങൾ ചെന്ന 17 മാസത്തോളം നബി തങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചത്? കിബിലയിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. അപ്പോഴും നബി തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം കിബിലയിലേക്ക് തന്നെ കിബിലയാകണം, കഅബയിലേക്ക് തന്നെ കിബിലയാകണം എന്ന ചിന്തയായിരുന്നല്ലോ. അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ആ ഉമ്മു ബിശ്ർ എന്ന് പറയുന്ന സഹാബിയത്തായ വനിതയുടെ വീട്ടിൽ വെച്ച് ഈ നിസ്കാരത്തിന് സമയമായി നിസ്കരിച്ചിങ്ങനെ 2 റക്അത്തോടെ കഴിഞ്ഞപ്പോഴേക്കും നസലൽ അമീനു മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബി, അങ്ങയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ വികാരം ഞാൻ കാണുന്നുണ്ട്. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നല്ലേ അങ്ങയുടെ ആഗ്രഹം? ഇതാ ഞാനിത് അങ്ങക്ക് അനുവദിച്ചിരിക്കുന്നു. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, അങ്ങ് ഇഷ്ടപ്പെട്ട ഖിബലയിലേക്ക് തിരിഞ്ഞോ. ബാക്കി 2 റക്അത്ത് എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ച്? ബാക്കി 2 റക്അത്ത് അങ്ങോട്ട് നിസ്കരിച്ച് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ എന്ത് ചെയ്തു? ഓപ്പോസിറ്റിലേക്ക്. അപ്പം ഇമാമിൻ്റെ മുമ്പിൽ മാമൂമികൾ വന്നില്ല ഇവിടെ സോനെ. ഞാൻ ഇമാമായി നിസ്കരിക്കണം, പുറകിൽ നിങ്ങൾ നിസ്കരിക്കണം. എന്നോട് പറയണം, അല്ലാഹു തആല പറയാണ്, നിങ്ങളിതിപ്പോൾ എന്ത് ചെയ്തോ? കിബില നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറയണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എൻ്റെ മുമ്പിൽ ആർക്കാളായി ആവൂലേ? എന്തെങ്കിലും സംശയമില്ലേ? അതിനെന്താ പരിഹാരം? പള്ളിയിൽ പോയി ഉസ്താദന്മാരിലൊക്കെ ചോദിക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമില്ല. ചുറ്റിക്കറങ്ങി വന്ന് എന്ത് ചെയ്തു? ലഭിതങ്ങൾ എന്ത് ചെയ്തു? തിരിഞ്ഞപ്പോൾ സഹാബാക്കൾ എന്ത് ചെയ്തു? തിരിഞ്ഞ് വന്ന് ഇങ്ങനെ തിന്നു. മനസ്സിലായ? ശരി. അടുത്തത് മനസ്സിലായില്ലെങ്കിൽ സഹോദരിമാർക്ക് മനസ്സിലായില്ലേ? ശരിയാണല്ലോ ഉസ്താദ്, ഇങ്ങനെ അങ്ങോട്ട് ഇരിഞ്ഞിരുന്ന ആൾ നേരെ ബാക്ക് ചെയ്യുന്ന ബാക്കിൽ മമ്മൂമിങ്ങളുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവരങ്ങോട്ട് ഇരിഞ്ഞേക്കും. ചിരിഞ്ഞു വരുന്നു എന്നർത്ഥം. റൗണ്ടായി ഇങ്ങനെ ചുറ്റി വന്നു, ബാക്കിൽ നബി തങ്ങളുടെ ബാക്കിൽ നിന്നു എന്നർത്ഥം. വീണ്ടും കാണേണ്ടത്, നാം അറിയേണ്ടത്, വീണ്ടും സന്ദർശിക്കുന്നത് ബൈറുഹാ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. എവിടെയെന്നറിയുമോ? നിങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 21 ഉഹദ് മലയുടെ നേരെ ഭാഗത്തുള്ള 21 നമ്പർ ഗേറ്റ് അല്ലെങ്കിൽ 22 നമ്പർ ഗേറ്റ്, അതിലൂടെ കടന്നു ചെല്ലുമ്പോൾ കടന്നു ചെന്ന് ഇടതുവശത്തേക്ക് മാറി അല്പം നീങ്ങി കഴിയുമ്പോൾ ഒരു കാർപ്പറ്റ് വിരിച്ചതായി കാണാം. അതിൻ്റെ അടിയിൽ 3 റൗണ്ടുകൾ കാണാം. ആ റൗണ്ടിൻ്റെ അടിയിലാണ് ഏത്? ബൈറുഹാ എന്ന് പറയുന്നത്. ഏതാണ് ബൈറുഹാ? മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഒരു ഖുർആൻ ആയത്ത് ഇറങ്ങി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ദാനം ചെയ്താലല്ലാതെ സ്വർഗം ലഭ്യമല്ല എന്ന വിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ടമാണ്, ബൈറഹാ തോട്ടമാണ് നബിയെ. ആയതുകൊണ്ട് ആ തോട്ടം ഞാനിതാ സദഖ കൊടുത്തു. ആ തോട്ടത്തിൽ ഒരു കിണറിൽ നിന്നായിരുന്നു നബി തങ്ങൾ വുളു ചെയ്തിരുന്നത്, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ചിരുന്നത്. ആ കിണർ കുറേ ദൈർഘ്യമുണ്ട്. നബി തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ നിന്ന് എത്രയോ ദൂരത്തിലായിരുന്നു അത്. പക്ഷേ ഇന്ന് ആ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? ആ തോട്ടം മുഴുവനും എന്ത് ചെയ്തു? മസ്ജിദ് നബവിയാക്കി മാറ്റി. അതിൻ്റെ എൻഡിലാണ് ഏറ്റവും അവസാന ഭാഗത്താണ് ഇത് ഈ കിണർ വന്നിട്ടുള്ളത്. മുമ്പൊക്കെ അതിൻ്റെ അടയാളം ഉണ്ടായിരുന്നു, ഇപ്പോൾ അടയാളം പോലും ഇല്ലാത്ത നിലയിൽ ആണ്. എങ്കിലും അതിൻ്റെ മുകളിൽ ഒരു കാർപ്പറ്റും ചെറിയ ഒരു റൗണ്ടും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അറിയുന്ന ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ റൂമ ബിർ എന്ന് പറയുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? വാങ്ങിച്ചു കൊടുത്ത ഒരു ജൂതനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത ബിർ റൂമ ഇന്നുമുണ്ട്.
മദീനയിലെ ജലസേചന പദ്ധതിക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിണറായി. ഈ 5-6 വർഷത്തിന് മുമ്പ് വരെ അത് ഉപയോഗമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആരും കടത്താറില്ല, വെള്ളം ഉപയോഗിക്കപ്പെടുന്നില്ല, അതിൻ്റെ മോട്ടറൊക്കെ കേടായി അങ്ങനെ അതിന് കിടക്കുകയാണ് എന്നതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ ഖന്ദഖ് എന്ന് പറയുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റെന്ത് ചെയ്തു, നബി തങ്ങളോട് എതിർക്കാൻ വേണ്ടി വന്ന ശത്രുക്കളുമായി ഖന്ദഖ് കിടങ്ങ് കീറുകയും അവിടെ വലിയ ചരിത്രങ്ങളൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. ഈ സ്ഥലങ്ങളെല്ലാം നാം എന്ത് ചെയ്യുക, സന്ദർശിക്കുക. ഇതെല്ലാം സന്ദർശിക്കുക എന്നത് നമ്മുടെ മദീന യാത്രയിലെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ മസ്ജിദുൽ ജുമുഅ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്നതിന് ശേഷം ആദ്യമായി ജുമാ നിസ്കരിച്ച പള്ളി, ഇതെല്ലാം ഈ സിയാറത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം. എപ്പോൾ അറിവുള്ള അമീറന്മാർ കൂടെ ഉള്ളപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽപ്പെട്ട വാഹനവും വിളിച്ച് പോയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിന് പറ്റുന്ന ഗ്യാങ്ങിനെ കൂട്ടുപിടിക്കുക എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം എന്ത് ചെയ്യുക, അവിടുന്ന് യാത്രയൊക്കെ ചെയ്ത് യാത്ര കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് സിയാറയും കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ഇപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് അവിടെ മദീനയിലുള്ളത് അതാണ്. പിന്നെ മദീനയിൽ വെച്ച് നോമ്പ് പിടിക്കുക, ഖുർആൻ ഓതുക പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളണം. ഞാൻ ഇനി അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ നാം എന്ത് ചെയ്യണം, നാട്ടിലേക്ക് മടങ്ങി വരികയാണ് അല്ലേ. മക്കയിൽ നിന്നാണ് എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, വദാഇൻ്റെ തവാഫ് ചെയ്യുക. മദീനയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ വദാഇൻ്റെ സിയാറത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ലാ തജൽ ഹാദാ ആഖിറൽ ഹദി ഫീ ഹറമി നബിയിക യാ അല്ലാഹ്, നബിൻ്റെ ഹറമിലുള്ള അവസാനത്തെ സന്ദർശനം നീ ആക്കല്ലേ അല്ലാഹ്, ഇനിയും എനിക്ക് ആവർത്തിച്ച് വരാൻ നീ തൗഫീഖ് നൽകണേ എന്ന് നാം അവിടെ നിന്ന് ദുആ ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിന ഹാമിദൂൻ സദഖല്ലാഹു വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ പോലെയുള്ള ദുആകളൊക്കെ ചൊല്ലി അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിന് മുമ്പേ തന്നെ വീട്ടിലേക്ക് വിവരമറിയിക്കുക. ഞാനിതാ നാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നു, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ എത്തുമെന്ന് മുമ്പേ തന്നെ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് അറിയിക്കുകയും അങ്ങനെ നാം ആ നിശ്ചിത സമയത്ത് നാട്ടിലെത്തി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നാം എന്ത് ചെയ്യണം, വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നമ്മുടെ മഹല്ലിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും സുന്നത്ത് നിസ്കരിക്കുകയും തഹയ്യത്ത് നിസ്കരിക്കുകയും ചെയ്ത് പിന്നെ വീട്ടിലേക്ക് വന്ന് 2 റക്അത്ത് ശുക്റിൻ്റെ നന്ദിയുടെ, അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താകുന്ന ഈ ഹജ്ജ് ഉംറ സിയാറകൾ നീ ചെയ്ത് തന്നല്ലോ പടച്ചവനെ, തന്നെയല്ല തിരിച്ചെന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ നീ എത്തിച്ചല്ലോ അല്ലാ എന്ന സന്തോഷത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് 2 റക്അത്ത് ശുക്റിൻ്റെ സുന്നത്ത് നിസ്കാരവും നിർവഹിച്ചതിന് ശേഷം ബാക്കി ഉള്ള അവൻ്റെ ഭാവി ജീവിതമാണ്. ആരായി മാറണം? അവർ ഇബ്രാഹിമാകണം, ഹാജറയാകണം, ഇസ്മായിലാകണം. അതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണയും ഹാജർ ബീവിയുടെ ത്യാഗവും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സഹനവും ഉൾക്കൊള്ളുന്ന ഇത് 3 അന്ന് 3 പേരിലായിരുന്നെങ്കിൽ ഈ 3 സവിശേഷ ഗുണങ്ങളും നാം ഓരോരുത്തരും ആവാഹിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കാമിലായ മുഅ്മിനായി നാം ഓരോരുത്തരും ജീവിക്കുക. ഇതാണ് ഹജ്ജിലൂടെ, ഉംറയിലൂടെ, സിയാറത്തിലൂടെ നമുക്ക് നേടാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനിപ്പിച്ചു. നിങ്ങൾ വീട്ടിൽ കൊണ്ട് ആക്കിയല്ലേ, ബോട്ടിൽ നിന്ന് കൊണ്ടുപോയ ആളുകളെല്ലാവരും തിരിച്ചുവിടുന്ന് ആക്കിയിട്ടുണ്ടല്ലോ, ആരും കൈവിട്ട് പോയിട്ടില്ലല്ലോ അല്ലേ. അൽഹംദുലില്ലാ, പടച്ച കബൂലാക്കട്ടെ. അപ്പം ഞാൻ ഇവിടുന്ന് നിങ്ങളെന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിലേക്ക് അവിടെയൊക്കെ കൊണ്ട് തിരിച്ചാക്കിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ദൗത്യം ഇതോടുകൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലം വാഖിറ. അല്ലാഹു തആല നമ്മെ കബൂലാക്കുമാറാകട്ടെ.